അമ്മ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. വേഗം വരൂ അച്ഛാ, വിശന്നിട്ട് വയ്യ. അത്രയ്ക്ക് വിശന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയി കഴിച്ചൂടെ? വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛൻ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ആ എങ്കിൽ ശരി, ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് തീർത്താൽ ഇപ്പൊ തന്നെ വരാം. വേഗമാവട്ടെ, അല്ലെങ്കിൽ ആഹാരം തണുത്തു പോവും. കാവ്യ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരിയ തന്റെ ജോലി തുടർന്നു. ഈ കഥ ഹരിയയുടെ 2 പെൺമക്കളുടെ കഥയാണ്. അവരുടെ പേരാണ് കാവ്യയും കീർത്തി. അവർ രണ്ടുപേരും അച്ഛൻ ഹരിയോടും അമ്മ ഗീതയോടുമൊപ്പം ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് വലിയൊരു നിലമുണ്ടായിരുന്നു. അതിന്റെ ഒരു വശത്ത് വലിയൊരു തടാകവും. ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴി, ഈ വയല് കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഈ തടാകം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. അച്ഛൻ എന്താണ് ഇത് വിൽക്കാത്തത്? അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കൂടെ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് മോളെ. ഈ തടാകം നിങ്ങളുടെ മുത്തച്ഛന്റെ ഒരേ ഒരു ഓർമ്മയാണ്. അറിയാമോ, ഒരുപാട് വർഷം കഷ്ടപ്പെട്ട അദ്ദേഹം ഇത് കുഴിച്ചത്. സത്യമായിട്ടും ഇത്രയും വലിയ തടാകം അദ്ദേഹം ഒറ്റയ്ക്ക് കുഴിച്ചെന്നോ? വർത്തമാനം പറഞ്ഞു പറഞ്ഞ് ഹരിയെയും മക്കളും വീട്ടിലെത്തി. വീട്ടിൽ ഗീത എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി. അവർ ഒന്നിച്ചത് കഴിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ, അച്ഛാ പറയൂ, എന്നിട്ട് എന്തുണ്ടായി? ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും മുഴുവൻ കഥയും അറിയണം. അച്ഛാ പറയുന്നേ. എന്നാ കേട്ടോളൂ. ഒരു നാൾ നമ്മുടെ ഗ്രാമത്തിൽ വലിയ വരൾച്ച ഉണ്ടായി. വളരെ കഷ്ടത നിറഞ്ഞ നാളുകളായിരുന്നു അത്. പക്ഷേ ആ സമയത്തും നിങ്ങളുടെ മുത്തശ്ശൻ ധൈര്യം കൈവിട്ടില്ല. ആ വർഷം മഴ പെയ്തില്ലായിരുന്നുവെങ്കിൽ ആരുടെയും പക്കൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് എന്തുണ്ടായി അച്ഛാ? അപ്പോ അദ്ദേഹം ചിന്തിച്ചു, ഇനി അടുത്ത തവണ ഇതുപോലെ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം കലപ്പയെടുത്ത് തന്റെ വയലിൽ തന്നെ കുഴിയെടുക്കുവാൻ ആരംഭിച്ചു. ഉണങ്ങിയ നിലത്തോ അച്ഛാ? അതെ, ആ ഉണങ്ങിയ നിലത്തിൽ അദ്ദേഹം മണ്ണ് വെട്ടിക്കൊണ്ടേയിരുന്നു. ഗ്രാമത്തിലുള്ളവർ വിചാരിച്ചു അദ്ദേഹത്തിന് വട്ടുപിടിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. മാസങ്ങളോളം അദ്ദേഹം ഒറ്റയ്ക്ക് ആ നിലം കുഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അത് വലിയൊരു കുഴിയും പിന്നീട് അതൊരു തടാകവുമായി മാറി. പിന്നെ അതിൽ നിന്ന് വെള്ളം വന്നോ അച്ഛാ? അങ്ങനെ അങ്ങ് വെള്ളം വരുമോ? അദ്ദേഹം കാത്തിരുന്നു. പിന്നെ മഴ വന്നപ്പോൾ ആളുകൾ അന്തം വിട്ടു. കാരണം മഴയോടൊപ്പം ആ വലിയ കുഴി ഒരു സുന്ദരമായ തടാകമായി മാറിയിരുന്നു. അതിൽ നിറയെ വെള്ളവും വന്ന് നിറഞ്ഞു. അപ്പോഴാണ് ഗ്രാമത്തിലെ ആളുകൾ യഥാർത്ഥത്തിൽ അച്ഛൻ മഴവെള്ളം സംഭരിക്കുവാനുള്ള തടാകമാണ് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കിയത്. അടുത്ത വർഷം മഴ ലഭിക്കുന്നത് വരെ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നും. അരെ വാ, മുത്തശ്ശൻ കലക്കിയല്ലോ. ഇന്ന് നിങ്ങളുടെ മുത്തശ്ശൻ നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ അദ്ദേഹം തന്നെ ആ തടാകമുണ്ട്. പിന്നെ ആ പാഠം, കഷ്ടതയുടെ സമയത്തും ആത്മവിശ്വാസം കൈവിടരുതെന്ന്. രണ്ടും നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അച്ഛാ. നിങ്ങളുടെ കഥ കഴിഞ്ഞെങ്കിൽ ഇനി ആഹാരം കഴിക്കൂ. ഭക്ഷണം മുഴുവൻ തണുത്തു തുടങ്ങി. അച്ഛാ, അമ്മ വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അത് സാരമില്ല, കഷ്ടതയുടെ സമയത്ത് തോറ്റു കൊടുക്കാൻ പാടില്ല. വേഗം കഴിച്ചോ, കാര്യം കൈവിട്ട് പോകുന്നതിന് മുമ്പ്. കാവ്യയും ഹരിയായും അടക്കി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു വർഷം അവരുടെ ഗ്രാമത്തിൽ പിന്നെയും വരൾച്ചയുണ്ടായി. കുടുംബം വളരെ കഷ്ടതയിലായിരുന്നു. ഹരിയായ്ക്കും രോഗം പിടിപെട്ടു. ചൂടും അസുഖവും കൊണ്ട് ഹരിയായും തടാകവും രണ്ടും വരണ്ടു വന്നു. ഹരിയായുടെ രോഗം ദിനംപ്രതി കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു ദിവസം, അമ്മേ, നിങ്ങൾ വിഷമിക്കാതിരിക്കെ, നമുക്ക് അച്ഛനെ പട്ടണത്തിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ എവിടെയാണ് അത്രയ്ക്കും പണം? നമുക്ക് കടം വാങ്ങാമേ. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് ആ പലിശക്കാരനോട് സംസാരിക്കാം. അയാൾ ഭയങ്കര അഹങ്കാരിയാണ് കീർത്തി, നീ സൂക്ഷിക്കണം കുഞ്ഞേ. കീർത്തി ഗ്രാമത്തിലെ പലിശക്കാരന്റെ അടുത്ത് ചെന്ന് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയിക്കുന്നു. ഹരിയ നല്ലൊരു മനുഷ്യനാ, അതുകൊണ്ട് ഞാൻ നിനക്ക് പണം കടം നൽകാം. പക്ഷെ പകരം നീ ഇവിടെ എന്ത് വെക്കും? പറയൂ. ഞങ്ങളുടെ പക്കൽ ഒരു തടാകം മാത്രമാണുള്ളത് ഭാൻസിംഗ് ജി. അതെ, ആർക്കും വേണ്ടാത്ത തരിശായ തടാകം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കൊച്ചേ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ വയലിന്റെ പ്രമാണം കൊണ്ടുവരൂ. എന്നിട്ട് 2 ലക്ഷം രൂപ എടുത്തോളൂ. സമ്മതിച്ചോ? കീർത്തി അവരുടെ വയലിന്റെ പ്രമാണം ഈടുവയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അതായിരുന്നു അവരുടെ ഏക വരുമാന മാർഗം. പക്ഷേ മനസ്സില്ലാ മനസ്സോടെ അവൾ തങ്ങളുടെ നിലത്തിന്റെ പ്രമാണം ഭാൻസിംഗിനെ ഏൽപ്പിച്ച് 2 ലക്ഷം രൂപ കടമായി കൈപ്പറ്റി. അമ്മ വിഷമിക്കണ്ട, നമുക്ക് അച്ഛന് നല്ല ചികിത്സ കൊടുക്കാൻ കഴിയും. അച്ഛൻ പഴയതുപോലെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ആവട്ടെ. കുറച്ചു സമയത്തിന് ശേഷം അവരെല്ലാവരും ബസ്സിൽ കയറി പട്ടണത്തിലേക്ക് യാത്രയായി. പട്ടണത്തിലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർ മനസ്സിലാക്കുന്നു ഹരിയയുടെ കിഡ്നി തകരാറിലാണെന്നും അതിന്റെ ചികിത്സയ്ക്കായി 4 ലക്ഷം രൂപ ആവശ്യമാണെന്നും. അത് കേട്ട് 2 പെൺകുട്ടികളും വിഷമിക്കുന്നു. ചികിത്സയ്ക്കായുള്ള ബാക്കി തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അവർ ആകുലപ്പെടുന്നു.
കീർത്തി, നീ ഒരു കാര്യം ചെയ്യ്. കാവ്യയും കൂട്ടി വീട്ടിലേക്ക് പോകൂ. അവിടെ ചെറിയ മുറിയിൽ ഒരു പഴയ പെട്ടിയുണ്ട്. അതിൽ എന്റെ കുറച്ച് ആഭരണങ്ങളുണ്ട്. വേഗം പോയി അതെല്ലാം എടുത്തുകൊണ്ട് വാ. അതുകൊണ്ട് എന്താവാനാണ്? നമുക്ക് ഇനിയും 2 ലക്ഷം രൂപ കൂടെ വേണം. അത് കുറച്ചെങ്കിലും ആകുമല്ലോ. ബാക്കി നമുക്ക് നോക്കാം. ഗീതയുടെ വാക്കുകൾ മാനിച്ച് രണ്ടുപേരും തിരിച്ചു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അവർ വീട്ടിലെത്തിയ ഉടൻ തന്നെ ഗീത പറഞ്ഞ പെട്ടി തുറന്നു നോക്കുന്നു. അവരാദ്യമായിട്ടാണ് ആ പെട്ടി തുറക്കുന്നത്. തുറന്നപ്പോൾ തന്നെ പെട്ടിയിൽ നിന്ന് കുറച്ച് മണ്ണ് പുറത്തു വന്നു. പിന്നെ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഗീതയുടെ കുറച്ച് ആഭരണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇതെന്റെ അമ്മയുടെ കല്യാണ ആഭരണങ്ങളാണ്. ഇതും വിൽക്കേണ്ടി വന്നല്ലോ. ഞങ്ങളെ സഹായിക്കണേ ദൈവമേ. അപ്പോഴാണ് കാവ്യയുടെ കണ്ണുകളിൽ പെട്ടിയുടെ താഴെയുള്ള ഉയർന്നിരിക്കുന്ന ഭാഗം ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ പെട്ടിക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തടികഷ്ണം മാറ്റിയപ്പോൾ അവൾക്കൊരു ചെറിയ പെട്ടി ലഭിച്ചു. കീർത്തി, ഇതെന്താണ്?